ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 600-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൂടാര പെരുന്നാളിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. ഒരു മനുഷ്യൻ തൻ്റെ 2 പുത്രന്മാരോട് മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവർ നൽകുന്നതായ പ്രതികരണങ്ങളും അനുതാപത്തെക്കുറിച്ചുള്ളതായ പഠിപ്പിക്കലുകളുമാണ് ഇന്നത്തെ വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ പിതാവ് തൻ്റെ 1-ാമത്തെ മകനോട് പറഞ്ഞു, മകനെ പോയി മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുക. അവൻ പറഞ്ഞു, എനിക്ക് മനസ്സില്ല. പക്ഷെ പിന്നീട് അപ്പൻ്റെ വാക്കിനെ കുറിച്ച് ഓർത്ത്, അപ്പനോട് പറഞ്ഞ മറുപടിയെ കുറിച്ച് ഓർത്ത് ഒക്കെയും അവൻ ചിന്തിച്ചു, അവൻ അനുതപിച്ചു. അവൻ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്തു. 2-ാമത്തെ മകനോടും ഇതുപോലെ തന്നെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പോകാം. അവൻ നല്ല വാക്ക് പറഞ്ഞതല്ലാതെ അവൻ അവിടെ പോയുമില്ല, വേല ചെയ്തുമില്ല. ഈ 2 മക്കൾ 2 തരത്തിലുള്ള വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അനുതപിച്ചിട്ട് പോയി വേല ചെയ്തവൻ ചുങ്കക്കാരെയും വേശ്യകളെയും പാപത്തിൻ്റെ പടുകുഴിയിൽ വീണവരെയും ഒക്കെ സൂചിപ്പിക്കുന്നു. അവരുടെ പാപം പരസ്യമാണ്. ആർക്ക് വേണമെങ്കിലും അത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അവരെ കുറ്റം വിധിക്കാനും സാധിക്കും. എന്നാൽ അവർ സുവിശേഷം കേട്ട് അനുതപിക്കുകയാണ്. അവരുടെ ജീവിതത്തെ അവർ പരിശോധിച്ചു, കുറവുകൾ കണ്ടെത്തി, ആ കുറവുകൾ നികത്തി മുന്നോട്ട് പോകുവാനായിട്ട് തീരുമാനമെടുക്കുന്നു. ഇനി അങ്ങോട്ട് പാപമില്ലാതെ ജീവിക്കുവാനുള്ളതായ ഒരു വലിയ തീരുമാനം അവരെടുക്കുകയാണ്. പോകാമെന്ന് നല്ല വാക്ക് പറഞ്ഞിട്ട് പോകാതിരുന്ന മകൻ പരീശന്മാരുടെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ബാഹ്യമായ പ്രകടനങ്ങളിലൂടെ ക്രിസ്തീയ ജീവിതത്തെ വരച്ചു കാണിക്കുന്ന, എന്നാൽ ആന്തരികമായി യാതൊരു തരത്തിലുമുള്ളതായ അനുതാപം വരാത്ത, ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കാത്ത ആളുകൾ. വചനം പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ എന്നാണ്. അത് ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. യാക്കോബ് 2-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മളിതിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ആരാധനകളിലും പള്ളി ശുശ്രൂഷകളിലുമൊക്കെ സജീവമായി പങ്കുകൊള്ളുകയും സഹോദരങ്ങളോട്, ബന്ധുക്കളോട്, അയൽക്കാരോട് ഒക്കെ ശത്രുത്വം വച്ചു പുലർത്തുകയും ചെയ്യുന്നു എങ്കിൽ, മറ്റുള്ളവരെ മനഃപൂർവ്വമായി ദ്രോഹിക്കുന്നു എങ്കിൽ, മറ്റുള്ളവരുടേത് തട്ടിയെടുക്കുന്നു എങ്കിൽ നമ്മളിൽ ശരിയായിട്ടുള്ള ഒരു മാനസാന്തരം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശരിയായ മാനസാന്തരപ്പെടാതെ ബാഹ്യമായ പ്രകടനങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ മാത്രമായിട്ട് നാം ജീവിച്ചു മുന്നേറുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതം തകർച്ചയിലാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. സമയം ഇനിയും വൈകിയിട്ടില്ല. 1-ാമത്തെ മകൻ അപ്പനോട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞു എങ്കിലും അവൻ മാനസാന്തരപ്പെട്ട് അനുതപിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും കർത്താവിനെ അനുസരിക്കുവാനായിട്ട് നാം തയ്യാറായിട്ടില്ല എങ്കിലും ഇനി മുതൽ ഞാൻ കർത്താവിൻ്റെ പിന്നാലെ പോയിക്കൊള്ളാം, കർത്താവെ നിന്റെ കൽപ്പനകളെ ഞാൻ അനുസരിച്ച് ജീവിച്ചു കൊള്ളാം എന്ന് തീരുമാനമെടുക്കുകയാണ് എങ്കിൽ ദൈവരാജ്യത്തിൽ ഞാനും നിങ്ങളുമൊക്കെ സ്വീകൃതരായി തീരും എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ മകനും മകളുമായി ജീവിക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും ഭാഗ്യം തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.
ദൈവം അനുഗ്രഹിക്കട്ടെ.